മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു കൊള്ളുവീൻ. സംഭവം കൃപയിലാണേലും ചർച്ചിലാണേലും ശുശ്രൂഷയിലാണേലും പല സമയത്തും ഒരു പഴയ മനുഷ്യൻ വെളിപ്പെട്ടു വരുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പഴയ മനുഷ്യൻ നമ്മിൽ രൂപപ്പെടാൻ കാരണം ആരാ? തമ്പുരാനല്ല. കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് നീ നടത്തിയ നീ ജീവിച്ച ഒരു ശൈലിയുണ്ട്. തമ്പുരാനുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് മുന്നമേ നാം ജീവിച്ച ഒരു ജീവിത ശൈലി, അതിൽ നിന്ന് രൂപം കൊണ്ട ഒരു മനുഷ്യൻ ചത്തുപോയ പൂർണ്ണമായി അറിയത്തില്ല. അവസരം വരുമ്പോൾ അറിയാം, സാഹചര്യങ്ങൾ ഒരുങ്ങി വരുമ്പോൾ അറിയാം ഒരു ആത്മീയനാണോ അതോ പഴയ മനുഷ്യനാണോ. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവാത്മാവ് നമ്മളെ എങ്ങനെയാ നിർത്തുന്നത് നോക്കിയേ. ഈ പഴയ മനുഷ്യനെ പരിപൂർണമായി ഉരിഞ്ഞ് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചു കൊള്ളുവീൻ. ഇവിടെ വിവേചിക്കുന്നത് നമ്മളെയാണ്. സാഹചര്യങ്ങൾ എതിരാകുമ്പോ, അവസ്ഥകൾ പ്രതികൂലമാകുമ്പോ നമ്മിലൊരു പഴയ മനുഷ്യൻ പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നോ എന്ന് അപരനല്ല അറിയാവുന്നത്, നമുക്കറിയാവുന്നത് മനുഷ്യനോ. അപ്പൊ ഏത് സാഹചര്യത്തിലും ദൈവം നമ്മിൽ ആര് വെളിപ്പെടണമെന്ന ആഗ്രഹിക്കുന്നു നോക്കി. ക്രിസ്തുവിലെ പുതുമനുഷ്യൻ